വാർത്തകളിലേക്കാണ്. കേരളത്തിന്റെ സ്വന്തം അരി ബ്രാൻഡുമായി സംസ്ഥാന സർക്കാർ കെ റൈസ് എന്ന പേരിൽ അരി പുറത്തിറക്കും. നെല്ല് സംഭരണത്തിനുള്ള ബദൽ നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് തീരുമാനം. പ്രാഥമിക കാർഷിക സഹകരണ സംഘങ്ങളുടെ നേതൃത്വത്തിൽ ദ്വിതല സംഭരണ മാതൃക നടപ്പിലാക്കാൻ ഉന്നതതല യോഗത്തിൽ തീരുമാനമായി. വിവരങ്ങളുമായി മഹേഷ് ചന്ദ്രനുണ്ട് തിരുവനന്തപുരത്ത് നിന്നും. മഹേഷ്, പറയാം വിശദാംശങ്ങൾ. നെല്ല് ചുമതല സഹകരണ സംഘങ്ങളെ ഏൽപ്പിക്കാനുള്ള തീരുമാനമാണ് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലെടുത്ത തീരുമാനം. നെല്ല് സംഭരണത്തിന് സഹകരണ കർഷക കേന്ദ്രീകൃത ബദൽ നടപ്പാക്കാനാണ് തീരുമാനം. ഇത് പ്രകാരം പ്രാഥമിക കാർഷിക സഹകരണ സംഘങ്ങളെ ഉപയോഗിച്ചുള്ള ദ്വിതല സംഭരണ മാതൃകയായിരിക്കും നടപ്പാക്കുക. ഇതിനായിട്ട് ചീഫ് സെക്രട്ടറിയെയും അതുപോലെ തന്നെ ബന്ധപ്പെട്ട വകുപ്പ് സെക്രട്ടറിമാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. വരുന്ന സീസണിൽ തന്നെ ഈ സംവിധാനം നിലവിൽ കൊണ്ടുവരാനാണ് സർക്കാരിന്റെ തീരുമാനം. ഇത്തരത്തിലേക്ക് നെല്ല് സംഭരണം തയ്യാറായി വരുന്ന പ്രാഥമിക കാർഷിക സഹകരണ സംഘങ്ങൾ കർഷകരിൽ നിന്ന് നെല്ല് നേരിട്ട് സംഭരിക്കുകയായിരിക്കും ചെയ്യുക. അവിടെ PRS അധിഷ്ഠിത വായ്പകളാണ് ഇപ്പോഴുള്ളത്. അത് ആശ്രയിക്കുന്ന ഒഴിവാക്കിക്കൊണ്ട് സംഭരണം നടന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ കാലതാമസമില്ലാതെ നെല്ലിന്റെ വില കർഷകന് നൽകുന്നതായിരിക്കും പദ്ധതി. ജില്ലാ തലത്തിലും താലൂക്ക് തലത്തിലും ഈ സഹകരണ സംഘങ്ങളുടെയും പാടശേഖര സമിതികളുടെയും കർഷകരുടെ ഓഹരി പങ്കാളത്തിൽ നോഡൽ സഹകരണ സമിതിയായി രൂപീകരിക്കുകയും ചെയ്യും. ഇത്തരത്തിലുള്ള സഹകരണ സംഘങ്ങൾ വഴി അതാത് പ്രദേശം നെല്ല് സംഭരിക്കുകയാണ് പദ്ധതി ഉള്ളത്. ഇത് ഒരു കെ റൈസ് എന്ന പേരിൽ കേരളത്തിന്റെ സ്വന്തമായ ഒരു നെല്ല് സംഭരണം അതുപോലെ തന്നെ നെല്ല് വിതരണമൊക്കെ നെല്ല് സംഭരിച്ച് അത് അരിയാക്കി കെ റൈസ് എന്ന പദ്ധതി നടപ്പിലാക്കാനുള്ള ഒരു മാതൃക ഇത് മാറ്റിയെടുക്കാൻ കഴിയുമെന്ന് മുഖ്യമന്ത്രി ഈ ഉന്നതതല യോഗത്തിൽ അറിയിക്കുകയും ചെയ്തു. അരുണ്യ. ശരി, മഹേഷ് ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.